നമസ്കാരം. വൈ പീപ്പിൾ റെസ്പെക്ട് ദോസ് ഹു സേ നോ. നമ്മളെല്ലാവരുടെയും ധാരണ എല്ലാ കാര്യത്തിനും യേസ് പറയുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും സ്നേഹവും കിട്ടുന്നത്. പ്രത്യേകിച്ച് ബഹുമാനം. ഈ ബഹുമാനം കിട്ടാൻ വേണ്ടി ഒത്തിരി പേര് അവർക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളിലും തെറ്റാണെന്നറിഞ്ഞിട്ട് യേസ് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താണെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ അവർ കാണുന്നത് മറ്റുള്ളവർ അവരെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം. അതിനുവേണ്ടി അവർക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും അവർ ഓക്കെ യെസ്. കാരണം ഇപ്പം നമ്മുടെ താഴെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന കുറേ പേരെ സന്തോഷിപ്പിക്കാൻ അവർ എന്ത് പറഞ്ഞാലും നമ്മൾ യെസ് ഓക്കെ കുഴപ്പമില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളിലും ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളിലും നമ്മൾ യേസ് പറയാറുണ്ട്. ഈ യേസ് പറഞ്ഞ് മറ്റുള്ളവരെ പ്ലീസിങ് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. കുറെ കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിത്വം ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. കാര്യം നമ്മൾ എവിടെയാണോ നോ പറയേണ്ടത് ആ നോ പറയേണ്ട സമയത്ത് നോ പറഞ്ഞാൽ നമുക്ക് ഒരിടത്തും തളരേണ്ട വരില്ല. പക്ഷെ പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് എന്താണെന്നറിയാം, കാര്യം സാധിച്ച് കിട്ടുന്നിടം വരെ നോ പറയില്ല. എന്നിട്ട് കാര്യം സാധിച്ചു കഴിയുമ്പോൾ അവരുടെ ആവശ്യങ്ങളെല്ലാം കഴിയുമ്പോൾ അവർ നോ പറഞ്ഞു തുടങ്ങും. അതും ശരിയല്ല. ഞാൻ പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ആദ്യം നമ്മുടെ ബൗണ്ടറീസ് തീരുമാനിക്കുക. യേസ് ഏതാണ് നോ ഏതാണ് എന്ന്. എന്നിട്ട് അതനുസരിച്ച് ചെയ്യുക. നമ്മൾ ഒരാളോടൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെ ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് നമുക്ക് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ നോ പറയാം. പക്ഷെ എടുത്തടിച്ച പോലെ ആവരുത്. ഒന്ന് മയത്തിൽ എനിക്കത് കംഫർട്ടല്ല, അല്ലെ ഞാനത് ചെയ്താൽ ശരിയാവില്ല, അല്ലെ എനിക്കതിന് താല്പര്യമില്ല. വളരെ മയത്തിൽ പറയുമ്പോൾ ആ നോയ്ക്ക് ഒരു ശക്തിയുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ കാര്യസാധ്യത്തിന് വേണ്ടി യേസും നോയും പറയരുത്. നമ്മുടെ കാര്യം സാധിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒന്നുകിൽ യേസ് പറയും അല്ലെങ്കിൽ നോ പറയും. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് യേസ് പറയാറുണ്ട്. പിന്നീട് അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറും. ഒരിക്കലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വ്യക്തമായി ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യുക. നോ പറഞ്ഞതിൻ്റെ പേരിലും റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല, യേസ് പറഞ്ഞതിൻ്റെ പേരിലും റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കേണ്ടത് നോ പറയുന്നവരെയും റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം കുറേ നാളുകൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഇൻസിഡൻറ്റ് പറയുകയാണ്, നമ്മൾ ഒരാൾക്കൊരു നല്ല കാര്യം പറഞ്ഞു, അല്ല ഒരാൾ നമ്മളോടൊരു നല്ല കാര്യം വന്ന് പറഞ്ഞു, അവരെ സംബന്ധിച്ച് അതൊരു നല്ല കാര്യമാണ്. പക്ഷെ നമുക്കറിയാം അതിനകത്തൊരു അപകടമുണ്ട് എന്ന്. നമ്മൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി യെസ് കുഴപ്പമില്ല സാരമില്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയുകയാണ് നോ, അത് ചെയ്യാൻ പാടില്ല, ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. ചിലപ്പോൾ മറ്റേ ആൾക്ക് നമ്മളോട് ദേഷ്യം തോന്നാം. പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ അവർ നമ്മളുടെ നോയുടെ ശക്തി മനസ്സിലാക്കും. ഒരു സംശയവും വേണ്ട. അന്ന് ചിലപ്പോൾ അവർ റിഗ്രറ്റ് ചെയ്യാതിരിക്കാം. നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, മറ്റൊരാൾക്ക് നന്മയ്ക്ക് വേണ്ടി, നമുക്ക് മറ്റൊരാളെ നല്ലതാക്കാൻ വേണ്ടി നമുക്ക് തെറ്റായി തോന്നുന്ന കാര്യങ്ങൾക്ക് യേസ് പറയരുത്. അതുപോലെ നമ്മുടെ ജീവിതത്തെ വിഷമിപ്പിക്കുന്ന ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾക്കും നമ്മൾ ആവശ്യമില്ലാതെ യേസ് പറയരുത്. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ യേസ് വേണോ നോ വേണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇതിന് ബൗണ്ടറീസ് വെക്കേണ്ടത് നിങ്ങളാണ്. മറ്റുള്ളവർക്ക് അനാവശ്യം പ്ലീസ് ചെയ്യാൻ വേണ്ടി യേസ് പറഞ്ഞ് ജീവിതം ഇല്ലാതാക്കണോ, അതോ പറയേണ്ടടുത്ത് യേസും പറയേണ്ടടുത്ത് നോയും പറഞ്ഞ് നല്ലൊരു മനുഷ്യനായി മാറണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.